ഇനി നോക്കാം വൈറ്റമിൻ കെ, ജീവകം കെ, വിറ്റാമിൻ കെ. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? കെ ഫോർ കിടക്ക, കിടക്കയിൽ പില്ലോ ഉണ്ട്, ഫില്ലോക്കിനോൺ എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. ഫില്ലോക്കിനോൺ നമ്മൾ നേരത്തെ പഠിച്ചു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. നമ്മൾ ആദ്യമേ പഠിക്കുന്നത് എങ്ങനെയാ? വൈറ്റമിൻ കെ, കെ ഫോർ കട്ട, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുന്നുണ്ട്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ആര്? വൈറ്റമിൻ കെ. എങ്ങനെ സഹായിക്കുന്നു? അതാണിത്. പ്രോത്രോംബിൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതായത് രക്തം കട്ട പിടിക്കുന്ന മാംസങ്ങളുടെ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു വൈറ്റമിൻ കെ. മാംസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ് മാംസ്യം. അതായത് രക്തം കട്ട പിടിക്കാൻ പ്രോത്രോംബിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ നിർമ്മിക്കപ്പെടണം. ഈ പ്രോത്രോംബിൻ പിന്നീട് ത്രോംബിനായിട്ട് മാറിയിട്ടാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ പ്രോത്രോംബിൻ ഉണ്ടാവണമെങ്കിൽ ആര് വേണം? വൈറ്റമിൻ കെ വേണം. വൈറ്റമിൻ കെയിൽ നിന്നും പ്രോത്രോംബിൻ ഉണ്ടാകുന്നു. പ്രോത്രോംബിൻ പിന്നീട് ത്രോംബിനായിട്ട് മാറിയിട്ട് രക്തം കട്ട പിടിക്കുന്നു. രക്തക്കട്ടയെ നമ്മൾ ത്രോംബസ് എന്ന് പറയും. രക്തക്കട്ടയെ ത്രോംബസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ വൈറ്റമിൻ കെ എന്താവുന്നു? പ്രോത്രോംബിൻ ആവുന്നു. ത്രോംബിൻ നിർമ്മിക്കുന്നു. എന്നിട്ട് ആ പ്രോത്രോംബിൻ പിന്നീട് എന്തായി മാറുന്നു? ത്രോംബിനായിട്ട് മാറുകയും രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കട്ട പിടിപ്പിക്കുന്നത് കൊണ്ട്, രക്തം മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിപ്പിക്കുന്നത് കൊണ്ട് ജീവകം കെയെ കൊയാഗുലേഷൻ വിറ്റമിൻ എന്ന് പറയുന്നു. ആന്റി കൊയാഗുലേഷൻ അല്ല കേട്ടോ, കൊയാഗുലേഷൻ എന്നാ പറയാ. കാരണം കട്ട പിടിക്കാൻ സഹായിക്കുക ചെയ്യുന്നത്. കൊയാഗുലേഷൻ വിറ്റമിൻ എന്ന് പറയുന്നു. രക്തം കട്ട പിടിക്കുന്നതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് എന്ത്? കൊയാഗുലേഷൻ. കട്ട പിടിക്കുന്നതിന്റെ ഇംഗ്ലീഷാണ് കൊയാഗുലേഷൻ. അപ്പൊ കൊയാഗുലേഷൻ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ എന്ന് പറയുന്നത് രക്തസ്രാവം തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്രിയയല്ലേ? മുറിവുണ്ടായിട്ട് രക്തം നഷ്ടപ്പെടുന്നത് തടയുന്നൊരു പ്രക്രിയയല്ലേ വൈറ്റമിൻ കെ ചെയ്യുന്നത്, കൊയാഗുലേഷൻ എന്നത്. അതുകൊണ്ട് അതിനെ ആന്റി ഹെമറേജ് വിറ്റമിൻ എന്ന് കൂടി പറയാം. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവമാണ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തസ്രാവമാണ്. ഈ രക്തസ്രാവത്തെ തടയുന്നത് കൊണ്ട് വൈറ്റമിൻ കെ എന്ത് പറയാം? ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്നുകൂടി പറയാം. ഓക്കെ അല്ലേ? അതായത് ഫില്ലോക്കിനോൺ എന്നാണ് പേര്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. എങ്ങനെ സഹായിക്കുന്നു? വൈറ്റമിൻ കെയിൽ നിന്നും പ്രോത്രോംബിൻ ഉണ്ടാവുന്നു. ത്രോംബിനിൽ നിന്ന് പ്രോത്രോംബിൻ പിന്നീട് ത്രോംബിനായിട്ട് മാറുന്നു. അത് കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ കട്ട പിടിക്കുന്നത് കൊണ്ട് ഇതിനെ കൊയാഗുലേഷൻ വിറ്റാമിൻ എന്നും പറയുന്നു, ആന്റി ഹെമറേജ് വിറ്റാമിൻ എന്നും പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? കരളിന്റെ പ്രവർത്തനം ശരിയായി നടക്കാൻ ആവശ്യമായ ജീവകമാണ് ജീവകം കെ. കരളിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ജീവകം ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. കരളിന്റെ ആരോഗ്യത്തിന്. എന്നാൽ കരളിൽ സംഭരിക്കപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എയും, കരളിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെയുമാണ്. ഇത് മാറിപ്പോകരുത്. സംഭരിക്കപ്പെടുന്നത് എ, ആരോഗ്യത്തിന് കെ. ഓർമ്മയുണ്ടല്ലോ? മറക്കില്ലല്ലോ, മാറിപ്പോയില്ലല്ലോ. കരളിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കാൻ കരളിന്റെ ആരോഗ്യത്തിന് കെ, സംഭരിക്കപ്പെടുന്നത് എ. കരളേന്ന് പറഞ്ഞിട്ട് കരളിൽ പോയിട്ട് ഒട്ടിച്ചേർന്ന് സംഭരിക്കപ്പെട്ട് നിൽക്കുന്നത് എ. കരളിന്റെ തന്നെ ആരോഗ്യത്തിന് കെ, കരളിന്റെ ആരോഗ്യത്തിന് തന്നെ ആവശ്യം കെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ എന്നുകൂടി ഓർത്തു വെക്കുക. ഇതിന്റെ സ്രോതസ്സുകളിലും നമുക്ക് ഈ പറയുന്ന കെ കാണാൻ പറ്റും. സ്രോതസ്സുകളിൽ കാബേജ്, കോളിഫ്ലവർ ഒക്കെ നമുക്കൊരു കെ കാണാൻ പറ്റും. കാബേജ്, കോളിഫ്ലവർ, ചീരയിലും ഉണ്ട് കേട്ടോ, ചീരയിലും ഉണ്ട്. ഓക്കെ, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ്. വൻകുടലിൽ ഈക്കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. ഈക്കോളി ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, വൻകുടലിൽ. ഈ ഈക്കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. കെ മാത്രമൊന്നുമല്ല, B5ഉം B7ഉം കൂടി നമ്മുടെ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്നവയാണ്. അതൊന്ന് ഓർത്തു വെക്കുക.
വൻകുടലിൽ ഈക്കോളി ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ മാത്രമല്ല B5, B7 ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നിർമ്മിക്കപ്പെടുന്നവയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, കരളിൽ സംഭരിക്കപ്പെടുന്നത് ഏതാ? എ ആണ്. കരളേന്നും പറഞ്ഞ് ഓടിച്ചെന്ന് കരളിൽ കൂട് കൂട്ടി താമസിക്കുന്ന ആരാ? എ ആണ്. കരളിന്റെ ആരോഗ്യത്തിനാവശ്യം കെ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി കെയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാ? കെ എന്തിനെയാ തടയുന്നത്? രക്തസ്രാവത്തിനാണ് തടയുന്നത്. അപ്പൊ അപര്യാപ്തത ഉണ്ടായാൽ എന്താ സംഭവിക്കുക? രക്തസ്രാവം ഉണ്ടാവും. അതായത് രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും രക്തം ധാരാളമായി മുറിവിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ പഴയ പേരായിരുന്നു വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ബ്ലീഡിംഗ് എന്ന്. എന്താ? വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ബ്ലീഡിംഗ്. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രക്തസ്രാവം, ബ്ലീഡിംഗ്. ഓക്കെ, ഇതൊരു പരിധി വരെയൊക്കെ ഹീമോഫീലിയയുടെ ലക്ഷണങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. അതുകൂടി ആലോചിച്ച് നോക്കാം കേട്ടോ. ഒരു പരിധി വരെ ഹീമോഫീലിയയുടെ ലക്ഷണങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. ഹീമോഫീലിയ എന്താ? രക്തം കട്ട പിടിക്കാത്ത അസുഖമാണ്. പക്ഷെ അത് ജനറ്റിക്കലാണ്. ഒരു പരിധി വരെ ഹീമോഫീലിയയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? കെ കുറവായാലും രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥ വരും. കുട്ടികളിൽ രക്തസ്രാവം ഉണ്ടാകുന്നു. അതെന്താന്ന് വെച്ചാല് ഇതിന്റെ പ്രാഥമിക ന്യൂനത തുടങ്ങുന്ന കുട്ടികളിലാണ്. കുട്ടികളിൽ രക്തസ്രാവം ഉണ്ടാവും. രക്തം കട്ട പിടിക്കാൻ വൈകും. അതായത് അവരുടെ ആമാശയത്തിൽ, കുട്ടികളുടെ ആമാശയത്തിൽ കെ ഉൽപ്പാദിപ്പിക്കുന്ന കൊളോണിക് ബാക്ടീരിയകൾ ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുക. ഈക്കോളി ബാക്ടീരിയ കൊളോണിക് ബാക്ടീരിയകളാണ്. ഇവ ചെറിയ കുട്ടികളുടെ ആമാശയത്തിൽ ഇല്ലെങ്കിൽ അവയുടെ അഭാവം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കെ ഉൽപാദനം നടക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ രക്തം കട്ട പിടിക്കില്ല. അതുകൊണ്ടാണ് ജനിച്ചയുടൻ കുഞ്ഞുങ്ങൾക്ക് ജീവകം കെ നൽകുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉടനെ തന്നെ കൊടുക്കുന്ന ഒരു ജീവകമാണേത്? ജീവകം കെ. എന്തുകൊണ്ടാ? ഈക്കോളി ബാക്ടീരിയകൾ അവിടെ ഇല്ല. ഈക്കോളി ഉണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ ഈ കെ ഉൽപ്പാദിപ്പിച്ച് ആ കെ ആണ് എന്ത് ചെയ്യുന്നത്? മുറിവ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. ചെറിയ കുട്ടികളിൽ അതില്ല. ജനിച്ച ഉടനെ കുട്ടികളിൽ അതില്ല. അപ്പൊ ജീവകം കെ കുത്തിവെക്കും. ജീവകം കെ നൽകും എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ശരിയാണോ? മനസ്സിലായിട്ടുണ്ടോ?